ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ അച്ഛൻ്റെ അമ്മയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി ഡേ ആയതുകൊണ്ട് തന്നെ ഇന്ന് ഡിന്നർ നമ്മൾ പുറത്തു നിൽക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ നേരെ വന്നത് കൽപ്പറ്റയിലുള്ള ന്യൂ ഫോമിലോട്ടാണ്. ന്യൂ ഫോം എന്ന് കേൾക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലാദ്യം വരുന്നത് രണ്ട് ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസിൽ ഒന്നാണ്. അതിലൊരെണ്ണം വന്നിട്ട് സൂപ്പാണ്, നമ്മുടെ ഹോട്ട് ആൻഡ് സോർ ചിക്കൻ സൂപ്പ്. എൻ്റെ മുന്നത്തെ ചാനലിലുള്ള വീഡിയോസൊക്കെ കാണുന്നവർക്കറിയാം എൻ്റെ ഫേവറേറ്റ് ഐറ്റമാണ് ഇവിടുത്തെ ഹോട്ട് ആൻഡ് സോർ ചിക്കൻ സൂപ്പ്. പിന്നെ രണ്ടാമത് വന്നിട്ട് ഇവിടുത്തെ നല്ല മൊരിഞ്ഞ പൊറോട്ടയും ബീഫും. എനിക്ക് എറണാകുളത്ത് ഏത് ഹോട്ടലിൽ പോയിട്ട് ഞാൻ കഴിച്ച പൊറോട്ടയും ബീഫും ആയാലും എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് എത്തത്തില്ല ഇവിടുത്തെ പൊറോട്ടയും ബീഫും വെച്ച് നോക്കുമ്പോഴത്തേക്കും. കാരണം അതുപോലെ അടിപൊളി ടേസ്റ്റാണ്. ഞാനിവിടെ വയനാട് വന്നിട്ട് പിറ്റേ ദിവസം തന്നെ ഞാൻ പോയി ന്യൂ ഫോമിൽ പോയിട്ട് പൊറോട്ടയും ബീഫും അടിപൊളിയായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്, ഭയങ്കര ഒരു അഡിക്ഷൻ പോലെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടറായിട്ട് സൂപ്പാണ് പറഞ്ഞത്. രണ്ടുപേരും കൂടി ഷെയർ ചെയ്തിട്ടാണ് ഒരു സൂപ്പ്. 1/2 ആണ് രണ്ടുപേര് ഷെയർ ചെയ്യുന്നത്. അത്രയ്ക്കുള്ളത് മതി. പിന്നെ നമ്മൾ ചിക്കൻ ലോലിപോപ്പും കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ഇട്ട് ഏട്ടൻ അതൊന്ന് അടിപൊളി സെറ്റാക്കി എടുക്കുവാണ്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഒരു തവണയെങ്കിലും ഇവിടെ വന്നിട്ട് ഈ ഹോട്ട് ആൻഡ് സോർ ചിക്കൻ സൂപ്പും അതുപോലെ തന്നെ അവരുടെ പൊറോട്ടയും ബീഫും കഴിച്ചു നോക്കണം. പിന്നെ നിങ്ങൾ ഇവിടെ നിന്നേ കഴിക്കത്തുള്ളൂ. അങ്ങനെ നമ്മൾ സൂപ്പൊക്കെ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും നമ്മുടെ അടുത്ത സ്റ്റാർട്ടറായിട്ടുള്ള ചിക്കൻ ലോലിപോപ്പ് എത്തിയിട്ടുണ്ടായിരുന്നു. ഇതും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഞങ്ങൾ ശരിക്കും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത്രയും ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ളത്. കാരണം ഒരു ഹാഫ് മനസ്സോട് കൂടിയിട്ടാണ് ചിക്കൻ ലോലിപോപ്പ് പറഞ്ഞത്. കാരണം നമ്മൾ എവിടെ നിന്ന് കഴിച്ചതായാലും അത്ര ആ ഒരു ടേസ്റ്റ് നമുക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടുത്തത് അടിപൊളിയായിരുന്നു. ഇപ്രാവശ്യം കിട്ടിയത് എന്തായാലും അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ മെയിൻ കോഴ്സായിട്ട് പറഞ്ഞത് ഞാൻ ബട്ടർ നാനും പിന്നെ അൽഫാമും ആണ് പറഞ്ഞത്. ബാക്കി അച്ഛനും അമ്മയും ഏട്ടനും ഒക്കെ മന്തിയാണ് പറഞ്ഞത്, അൽഫാം മന്തി. ഇതും അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരുന്നു. ഓരോ സ്ഥലത്തെ മന്തിക്ക് ഓരോ ഫ്ലേവറാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടുത്തെ മന്തി അടിപൊളിയായിരുന്നു. അങ്ങനെ എല്ലാവരും ഓരോന്നായിട്ട് ഇങ്ങനെ കഴിച്ചു തുടങ്ങുകയാണ്. ലോലിപോപ്പ് ഇതുവരെയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിനിടയ്ക്ക് നമ്മുടെ മെയിൻ കോഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ലോലിപോപ്പൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിത് മന്തിയൊക്കെ എല്ലാവർക്കും ഇങ്ങനെ സെർവ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ പണ്ടൊക്കെ ഞാനാണ് എവിടെ പോയി കഴിഞ്ഞാലും മന്തി ആദ്യം കഴിക്കുന്ന ആൾ. പക്ഷേ ഇപ്പോൾ എന്താ പറയുക, ഒരു പർട്ടിക്കുലർ ടൈമിൽ മാത്രമേ എനിക്കിങ്ങനെ മന്തി കഴിക്കാനായിട്ടുള്ള ഒരു മൂഡൊക്കെ വരാറുള്ളൂ. പക്ഷേ എന്നാലും ഞാൻ മന്തിയൊക്കെ ഇപ്പോഴും കഴിക്കാറില്ല എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ കാണുന്നത് കുഞ്ഞും അച്ഛനും അമ്മയും കൂടെ ഭയങ്കര സ്നേഹപ്രകടനമാണ്. അങ്ങനെ വയറ് നിറച്ച് മന്തിയും പിന്നെ അതുപോലെ തന്നെ ബട്ടർ നാനും അതും ഇതൊക്കെ കഴിച്ചപ്പോഴത്തേക്കും നമ്മളൊന്ന് എന്താ പറയുക, ഭയങ്കരമായിട്ടൊരു മന്തിപ്പ് പോലെ ആയിപ്പോയി. എന്നാൽ പിന്നെ ഒരു ലൈം ടീ ഒക്കെ വാങ്ങി കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഏറ്റവും ലാസ്റ്റായിട്ട് അവരുടെ സ്പെഷ്യൽ ലൈം ടീയും കൂടെ കുടിച്ചിട്ട് നമ്മളിനി നേരെ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലേക്കല്ല, നമ്മൾ നേരെ സിനിമ കാണാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ ബാക്കി അതിൻ്റെ വീഡിയോസ് ഒന്നും എടുത്തില്ല എന്നാണ് ഓർമ്മ. എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാം ഏത് ഫിലിമാണ് കാണാൻ പോയതെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.